ഉമ്മൻചാണ്ടി എന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ സർവ്വതും പിടിച്ചു വാങ്ങിച്ച് എൻ്റെ മക്കളെയും എന്നെയും വേർപെടുത്തി വിടാൻ മധ്യസ്ഥ വഹിച്ച ഉമ്മൻചാണ്ടി ഇത് ഒരുമാതിരി കോട്ടാഴത്തിലെ ഇടപാടായി പോയല്ലേ. ആ മര്യാദകേടിന് മറുപടി പറയണ്ടേ? അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ചാണ്ടി ഉമ്മൻ ഒരു വലിയ ഭക്തനാണെന്നല്ലേ പറഞ്ഞത്? പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ ഇന്ത്യയുടെ ഒരു വീട്ടിൽ മരണം നടന്നപ്പം അവിടെ ചെന്ന് രാമായണം വായിച്ചു തരാണ്ട് പറയുന്നത്. ചാണ്ടി ഉമ്മൻ ഇങ്ങനെ കടന്നാ മതിയാ, എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. എങ്ങനെയാടാ മായി എവിടെയാണ്? മന്ത്രി ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. മാന്യനാണ്, ഒരു അന്തസ്സുണ്ട്, കുഴപ്പമില്ല, ശരിയാവും. സമൂഹത്തോട് മാപ്പ് പറയണം. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം തകർക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം ശ്രമിക്കുകയില്ല, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം അത് കൂട്ടിച്ചേർക്കാനാണ് ശ്രമിച്ചത്. നാട്ടുകാർ പിടിച്ചതും പറഞ്ഞതും ഒക്കെ പിന്നെ വെറുതെയാണോ? നിങ്ങള് മമ്മൂക്കയുടെ ഏറ്റവും വലിയൊരു ആരാധനയാണ്, പക്ഷെ പുള്ളിക്ക് എന്നെ അത്ര ഇഷ്ടമല്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. സോളാർ പീഡന കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുടുക്കാൻ ഗൂഢാലോചന നടന്നെന്ന സിബിഐ. കെ.ബി. ഗണേഷ് കുമാർ എം.എൽ.എ, ഗണേഷിന്റെ ബന്ധു ശരണ്യ മനോജ്, വിവാദ ദല്ലാൾ എന്നിവർ ചേർന്ന് ഉമ്മൻചാണ്ടിയെ കേസിൽ കുടുക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് സിബിഐ പറയുന്നത്. സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ സഹിതം വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട്. സോളാർ പീഡന കേസിൽ ഉമ്മൻചാണ്ടിയെ കേസിൽ കുടുക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് സിബിഐ പറയുന്നത്. പരാതിക്കാരി എഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് ഉണ്ടായിരുന്നില്ല. ഇത് പിന്നീട് എഴുതി ചേർത്തതാണെന്നും സിബിഐ കണ്ടെത്തി. ഇത് ഞാൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഹാൻഡിൽ ചെയ്ത പുറത്തുള്ളവര് അവരുടെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ചൊക്കെ ഇതിനെ ഒളിച്ചും തെളിച്ചും യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. തന്റെ സഹായിയെ വിട്ട് ഗണേഷ് കുമാർ കത്ത് കൈവശപ്പെടുത്തിയെന്നാണ് സിബിഐ പറയുന്നത്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. സോളാർ കേസിലെ മുഖ്യപ്രതി കെ.ബി. ഗണേഷ് കുമാർ എന്ന വെളിപ്പെടുത്തലുമായി ബന്ധുവും കേരള കോൺഗ്രസ് ബി മുൻ സംസ്ഥാന നേതാവുമായ ശരണ്യ മനോജ്. ഗണേഷ് കുമാറിന്റെ ബന്ധു ശരണ്യ മനോജ് നൽകിയ മൊഴിയിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ദൈവം പോലും പൊറുക്കാത്ത, ദൈവം പോലും ഒരിക്കലും ഇയാളോട് പൊറുക്കാത്ത തരത്തിൽ സരിതയെ കൊണ്ട് ഓരോന്ന് പറയിക്കുകയും എഴുതിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പിന്നിൽ ശ്രീ കെ.ബി. ഗണേഷ് കുമാറും അദ്ദേഹത്തിന്റെ PA-യുമാണ് എന്ന് ഈ അവസരത്തിൽ ഇവിടെ പറയാതിരുന്നാൽ അതൊരു ദൈവദോഷമാകും എന്നുള്ളത് കൊണ്ട് ഞാനത് സൂചിപ്പിക്കുകയാണ്. കരിക്കൻ വെള്ളം പോലെ പരിശുദ്ധനായ ഉമ്മൻചാണ്ടി സാറിനെ കേരളത്തിൽ ആകമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാപാലികരായ DYFIയുടെ നേതാക്കന്മാർ കല്ലെറിയുകയും കണ്ണൂരിൽ വെച്ച് കല്ലെറിഞ്ഞ് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ പരിക്കേറ്റു. അതിനുപോലും സാഹചര്യം ഉണ്ടാക്കിയിട്ടും ഇന്ന് വരെ ആ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഇത്രയും പരമ പാവപ്പെട്ട ഒരാളായ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാർ, ആ രഹസ്യം അദ്ദേഹം പറയാത്തിടത്തോളം എനിക്കും പറയാൻ വയ്യ. പക്ഷെ ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ശ്രീ കെ.ബി. ഗണേഷ് കുമാറാണ്. അദ്ദേഹത്തോട് അതിന് ദൈവം എന്നെങ്കിലും ചോദിക്കും. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ ഉൾപ്പെടുത്താൻ ഗൂഢാലോചന നടന്നുവെന്നാണ് സിബിഐ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. PC ജോർജിന്റെ പ്രതികരണത്തിലേക്ക് പോവുകയാണ്. യഥാർത്ഥ സത്യം എന്താണെന്നറിയോ? ഈ പെൺകുട്ടി അസാത്ത് കഴിവുള്ള സ്ത്രീയായിരുന്നു. സത്യത്തിലാ ചേച്ചിക്ക് എന്താ പറ്റിയത്? പുല്ലു തിന്നുന്ന ക്രാവായിട്ട് പോയി പാല് കിടക്കുന്ന പശുവായിട്ട് വന്നു. ഈ അടി പിടി വെടി അത് നടപ്പാക്കാൻ വേണ്ടി ആ സ്ത്രീയെ ഞാൻ ഒരു മന്ത്രി വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അതോടുകൂടി ആ സ്ത്രീ നശിക്കുക. അവർ കരഞ്ഞുകൊണ്ട് വന്ന് നശിച്ച കാര്യം എന്നോട് പറഞ്ഞു. അവരുടെ ഇവിടെ മുഴുവൻ പാടാ. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയതാണ്? അപ്പോൾ ഇന്ന ആളുടെ മുറിയിൽ നിന്ന് വരികയാണ്, കടിച്ചു പറിച്ചതാണ്. ചെക്കൻ ഇത്തിരി ആക്രാന്തം കൂടുതലുള്ള കൂട്ടത്തിലാണ്. ഗണേശൻ സ്ത്രീകളുമായിട്ട് അടുത്ത ഇടപെടുകയെന്ന് പറഞ്ഞാൽ പറ്റൂ. കമ്പയിൽ തുണി ചുറ്റി വെച്ചാൽ മതി, മണപ്പിച്ച് നോക്കാൻ നടക്കും. പെണ്ണാണോ? അച്ഛനായി പോയതിനിപ്പോ എന്ത് ചെയ്യാനും എനിക്ക് ഇനിയിപ്പോ അച്ഛനല്ലെന്ന് പറയാനോ. ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അത് പത്രത്തിനും ടിവിയിലൊക്കെ വന്നു. മകനോടുള്ള കടമയേക്കാൾ കൂടുതൽ എന്നെ ഞാനാക്കിയവരോടാണ് എനിക്ക് കടമ. മകനോടുള്ള കടമ എൻ്റെ അച്ഛനും അമ്മയും തന്ന സ്വത്ത് കുറേ കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നു, അത് കുറേ കൊടുത്തിട്ടുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. കൂടുതൽ സ്വത്ത് കൊടുക്കാഞ്ഞ എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി എൻ്റെ കയ്യിലുണ്ട്. അതോടുകൂടി മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരും. അച്ഛനും മകനും എന്നുള്ള ബന്ധത്തെ പറ്റി എല്ലാവരും അറിയേണ്ടി വരും. എനിക്ക് ബാലകൃഷ്ണപിള്ള സാർ എനിക്ക് എമൗണ്ട് തന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ചില രക്തബന്ധത്തിന്റെ സാധ്യത കൂടിയുണ്ടായി. മേ ബി, പക്ഷെ അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും ഒന്നുമില്ലയോ? ഒച്ചകേട്ടവർക്കാണോ? ഞാൻ ഈ മമ്മൂക്കയുടെ ഏറ്റവും വലിയൊരു ആരാധനയാണ്. പുള്ളിക്ക് എന്നെ അത്ര ഇഷ്ടമല്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. കളിക്കുന്നെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്കും. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. ചൂണ്ടലിന് താങ്ങാവുന്നതിലും വലിയ ഇര കുരുക്കരുത്. വന്ന മീനൊട്ട് തിന്നാനും പറ്റില്ല, കൊളുത്തിയ ചൂണ്ടൽ ഒടുകയും ചെയ്യും.